അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ഫ്ലൂയിഡ്സ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സ് പേരിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് അല്ലേ. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഫ്ലോ. ലിക്വിഡിനും ഗ്യാസിനെയും നമ്മൾ കോമൺ ആയിട്ട് ഫ്ലൂയിഡ് എന്ന് പറയും. അപ്പോൾ ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് +1 ടോപ്പിക്സിൽ. അതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് പ്രഷർ. നിങ്ങൾക്കൊക്കെ അറിയാം എന്താ പ്രഷർ എന്ന്. എന്താണ് പ്രഷർ? പ്രഷർ P is equal to F/A. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ. ഫോഴ്സ് ബൈ ഏരിയ. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. സോ പ്രഷറിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് നമ്മൾ പാസ്കൽ എന്ന് പറയും. സോ SI യൂണിറ്റ് ഓഫ് പ്രഷർ ഇസ് പാസ്കൽ. ഇനി ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഡയമെൻഷണൽ ഫോർമുല ഫോഴ്സ് ബൈ ഏരിയ ആണ്. M(L-1 T-2). ഇത് ബേസിക് ആയിട്ട് എന്താണ് പ്രഷർ, പ്രഷറിൻ്റെ SI യൂണിറ്റ്, പിന്നെ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തുടങ്ങുന്നത് പാസ്കൽസ് ലോ ആൻഡ് അപ്ലിക്കേഷൻസ്. നോക്കാം നമുക്ക്. ആദ്യം എന്താണ് പാസ്കൽസ് ലോ എന്ന് പറയാം. ഇപ്പോൾ പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് പാസ്കൽ എന്ന് പറഞ്ഞു അല്ലേ. ആ സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ തന്നെയാണ് നമ്മൾ പാസ്കൽസ് ലോ പഠിക്കുന്നത്. പാസ്കൽസ് ലോ പറയുന്നത് pressure exerted at any point on the fluid at equilibrium is transmitted in all directions. ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു പോയിന്റ് ഫ്ലൂയിഡിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്താൽ ത്രൂ ഔട്ട് എന്ത് തന്നെയായിരിക്കും? സെയിം പ്രഷർ തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇതൊരു ഫ്ലൂയിഡാണ്. ഇതൊരു കണ്ടെയ്നറിൽ ഇരിക്കുന്ന ഒരു ഫ്ലൂയിഡാണ്, റെസ്റ്റിലിരിക്കുകയാണ്. ഇതിൽ ഞാൻ ഈ പോയിന്റിൽ പ്രഷർ കൊടുത്താൽ ത്രൂ ഔട്ട് എന്ത് തന്നെയായിരിക്കും? സെയിം പ്രഷർ ആയിരിക്കും. അതാണ് പാസ്കൽസ് ലോ പറയുന്നത്. അതിന് അപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഒരു വീക്ക് ഫോഴ്സിനെ സ്ട്രോങ് ഫോഴ്സ് ആക്കി മാറ്റുന്ന ഡിവൈസ് ആണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ സർവീസ് സ്റ്റേഷൻസിലൊക്കെ കാറൊക്കെ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് അവരൊരു പിസ്റ്റൺ പിടിച്ച് താഴ്ത്തുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കാർ ഇങ്ങനെ പൊങ്ങി വരും. അപ്പം നമ്മൾ കൊടുക്കുന്ന വീക്ക് ഫോഴ്സിനെ ഈ ഡിവൈസ് എന്താക്കി മാറ്റും? ലാർജ് ഫോഴ്സ് ആക്കി മാറ്റും. സോ ഒരു സ്മോൾ ഫോഴ്സിനെ ലാർജ് ഫോഴ്സ് ആക്കി മാറ്റുന്ന ഡിവൈസ് ആണ് എന്ത്? ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വരച്ച് പഠിക്കാം. അപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ 2 സിലിണ്ടർ, ഒരു സ്മോളർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഒരു ലാർജർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും വരുന്ന 2 സിലിണ്ടർ ഇതൊരു ട്യൂബ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പിസ്റ്റൺ, സ്മോളർ ഏരിയ ആണ്. ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A. സ്മോളർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ Aയും ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ എയുമാണ്. അപ്പോൾ 2 സിലിണ്ടർ വിത്ത് പിസ്റ്റൺ, ഒന്ന് സ്മോളർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും മറ്റൊരെണ്ണം ലാർജർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും കണക്റ്റഡ് ത്രൂ എ പൈപ്പ്. പിന്നെ ഇതിനുള്ളിൽ നമ്മുടെ ഫ്ലൂയിഡ് ഉണ്ട്. റെസ്റ്റിലാണ് ഈ ഫ്ലൂയിഡ് അല്ലേ. ഇനി നമ്മൾ നോക്കുക, ഈ സ്മോളർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വരുന്ന സിലിണ്ടറിൻ്റെ മുകളിൽ ഒരു സ്മോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. സ്മോൾ ഫോഴ്സ് ആയതുകൊണ്ട് ഞാൻ അതിന് സ്മോൾ എഫ് എന്ന് തന്നെ കൊടുത്തു. ഇത് ഞാൻ അപ്ലൈ ചെയ്യുകയാണ് ഇവിടെ. ഈ സ്മോളർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വരുന്ന സിലിണ്ടറിൻ്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ആണ് എഫ്. അപ്പോൾ അവിടെ എന്തായിരിക്കും പ്രഷർ? നമ്മൾ നേരത്തെ പറഞ്ഞു പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് എഫ്, ഇവിടെയുള്ള ഏരിയ എ. അപ്പോൾ പ്രഷർ എന്തായിരിക്കും? P ഈക്വൽ ടു F/A. ഇത് അപ്ലൈഡ് ഫോഴ്സ്, ഇത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ദെൻ P is equal to F/A. ഇനി പാസ്കൽസ് ലോ എന്താ പറയുന്നത്? റെസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രഷർ കൊടുത്താൽ ത്രൂ ഔട്ട് എന്ത് തന്നെയായിരിക്കും? സെയിം പ്രഷർ ആയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടെയുള്ള പ്രഷർ എത്രയാണ്? P is equal to F/A. അപ്പോൾ ത്രൂ ഔട്ട് ഈ ഫ്ലൂയിഡിൽ എവിടെ നോക്കിയാലും എന്ത് തന്നെയായിരിക്കും? പ്രഷർ F/A തന്നെയായിരിക്കും. സോ നമുക്ക് ഇവിടെ കിട്ടിയല്ലോ, ഇവിടെയുള്ള പ്രഷർ എന്താ? P is equal to F/A. അപ്പോൾ ഇവിടെയുള്ള ഫോഴ്സ് ഇതെവിടേക്കാ? പിസ്റ്റൺ. നമ്മൾ ഈ പിസ്റ്റൺ പിടിച്ച് താഴ്ത്തുന്നതിനനുസരിച്ച് അവിടെ നമ്മുടെ ലോഡ് പൊങ്ങല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹെവി ഫോഴ്സ് മുകളിലോട്ടാണ്. അത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇതാ ഇവിടെയുള്ള ഏരിയ എയും എഫ് ഫോഴ്സും ആണെങ്കിൽ പ്രഷർ P ഈക്വൽ ടു F/A.
According to Pascal's law, this pressure is transmitted in all directions. So ഇവിടെയും എന്ത് തന്നെയായിരിക്കും പ്രഷർ? P is equal to F by A. ഇവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് അറിയാലോ, എത്രയാ ലാർജർ ഏരിയ? ക്യാപിറ്റൽ എ. അപ്പോൾ വീണ്ടും നമ്മൾ ഇക്വേഷനിലോട്ട് വരും. P ഇത് ജനറൽ ഇക്വേഷൻ ആണ്. P ഈക്വൽ ടു എഫ് ബൈ എ, എഫ് ഈക്വൽ ടു പി ഇൻറ്റു എ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഫോഴ്സ് കാണാലോ. ലാർജർ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ഇവിടെയുള്ള പ്രഷർ സ്മോൾ എഫ് ബൈ സ്മോൾ എ ഇൻറ്റു ക്യാപിറ്റൽ എ. ക്ലിയർ ആയോ? ഒന്നുകൂടെ നോക്കണേ. ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് സ്മോൾ എഫ്, ഏരിയ എ ആണെങ്കിൽ ഇവിടെ പ്രഷർ പി ഇസ് ഈക്വൽ ടു എഫ് ബൈ എ. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ ദിസ് പ്രഷർ ഇസ് ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻസ്. അപ്പോൾ സെയിം ലാർജർ ഏരിയ വരുന്ന പിസ്റ്റന്റെ മുകളിലും പ്രഷർ എന്ത് തന്നെയാണ്? പി ഈക്വൽ ടു എഫ് ബൈ എ. ഇവിടെ നമുക്ക് പ്രഷർ അറിയാം, ഏരിയ അറിയാം. അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാം. എന്താ ഫോഴ്സിന്റെ ഇക്വേഷൻ? എഫ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ ഇത് ഓൾറെഡി നമുക്കറിയാം. പി ഈക്വൽ ടു എഫ് ബൈ എ ഇൻറ്റു ഏരിയ. ലാർജർ സിലിണ്ടറിന്റെ ഏരിയ ക്യാപിറ്റൽ എ. സോ ലാർജ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ത് വന്നു? എഫ് ഈക്വൽ ടു എഫ് ബൈ എ ഇൻറ്റു എ. സിൻസ് ക്യാപിറ്റൽ എ ഇസ് ഗ്രേറ്റർ ദാൻ സ്മോൾ എ അല്ലേ? ഏരിയ ഓഫ് ഇതാണ് ഏരിയ കൂടുതൽ ഈ സിലിണ്ടറിനേക്കാളും. ക്യാപിറ്റൽ എ ഇസ് ഗ്രേറ്റർ ദാൻ സ്മോൾ എ, ക്യാപിറ്റൽ എഫ് ഇസ് ഗ്രേറ്റർ ദാൻ സ്മോൾ എഫ്. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഈ സിലിണ്ടറിന്റെ ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണ്. ഈ സിലിണ്ടറിന്റെ ഏരിയ 10 മീറ്റർ സ്ക്വയറുമാണ്. ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് എഫ് 1 ന്യൂട്ടൺ. 1 ന്യൂട്ടൺ ഫോഴ്സ് 1 മീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന സിലിണ്ടറിന്റെ മുകളിൽ അപ്ലൈ ചെയ്തു. ലാർജർ ഏരിയ എത്രയാണ്? 10 മീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ക്യാപിറ്റൽ എഫ് കണ്ടുപിടിക്കാലോ. എന്താ ഇക്വേഷൻ? ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ബൈ എ ഇൻറ്റു ക്യാപിറ്റൽ എ. എത്രയാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ്? 1 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്മോളർ സിലിണ്ടർ 1 ഇൻറ്റു ലാർജർ സിലിണ്ടറിന്റെ ഏരിയ 10. അപ്പോൾ എത്ര ആൻസർ? 10 ന്യൂട്ടൺ. അപ്ലൈഡ് ഫോഴ്സ് എത്രയായിരുന്നു? അപ്ലൈഡ് ഫോഴ്സ് 1 ന്യൂട്ടൺ ആണ്. എത്ര ടൈംസ് കൂടി? ലാർജ് ഫോഴ്സ് എത്രയാണ് വന്നത്? 10 ന്യൂട്ടൺ. അപ്പോൾ വീക്ക് ഫോഴ്സിന് സ്മോൾ ഫോഴ്സിന് ലാർജ് ഫോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. എക്സാമ്പിൾ വെച്ച് നോക്കിയപ്പോൾ 1 ന്യൂട്ടൺ ഫോഴ്സിന് എത്രയാക്കി മാറ്റി? 10 ന്യൂട്ടൺ ആക്കി മാറ്റി. അതായത് 10 ഇരട്ടി കൂട്ടി ഫോഴ്സിന്. അപ്പോൾ ഇതാണ് പാസ്കൽസ് ലോയും അതിൻ്റെ അപ്ലിക്കേഷൻസ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് വേരിയേഷൻ ഓഫ് ലിക്വിഡ് പ്രഷർ വിത്ത് ഡെപ്ത്. ഡെപ്തിനനുസരിച്ച് പ്രഷറിന് എങ്ങനെ വേരിയേഷൻ ഉണ്ടാവാം എന്നുള്ളത്. അപ്പോൾ ഫിഗർ ഞാൻ ഓൾറെഡി വരച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മളൊരു ബീക്കർ എടുത്തു. ഈ ബീക്കറിൽ നമ്മൾ ഫ്ലൂയിഡ് എടുത്തു. ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ് റോ. ഇതിൽ ഞാൻ ഒരു സിലിണ്ടറിക്കൽ എലമെൻറ്റ് കൺസിഡർ ചെയ്തു. ശ്രദ്ധിക്കണം, ഒരു സിലിണ്ടറിക്കൽ എലമെൻറ്റ് ഹാവിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എയും ഹൈറ്റ് എച്ചും. നമ്മൾ കൺസിഡർ ചെയ്ത സിലിണ്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എയും ഹൈറ്റ് എച്ചുമാണ്. പിന്നെ 2 പോയിന്റ് എടുത്തു. കണ്ടില്ലേ, ബോട്ടത്തിൽ ഒരു പോയിന്റ് 1, ഇതാ ടോപ്പിൽ ഒരു പോയിന്റ് 2. ഫസ്റ്റ് പോയിന്റിലുള്ള പ്രഷർ P1ഉം സെക്കൻഡ് പോയിന്റിലുള്ള പ്രഷർ P2 ആണ്. പിന്നെ ഇതിനുള്ളിലുള്ള വെയിറ്റ്, പാർട്ടിക്കിളിൻ്റെ വെയിറ്റ് നമ്മൾ എടുത്തു mg. ഇനി ഇത് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോഴ്സ് ഡ്യൂ ടു ലിക്വിഡ് പ്രഷർ അറ്റ് ബോട്ടം. ബോട്ടത്തിലുള്ള ലിക്വിഡ് പ്രഷർ കാരണമുള്ള ഫോഴ്സ്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഓൾറെഡി നമുക്കറിയാം. പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണെന്ന് അറിയാം. ദർഫോർ ഫോഴ്സ് ഈക്വൽ ടു എന്ത് വരും? പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോഴ്സ് ഡ്യൂ ടു ലിക്വിഡ് പ്രഷർ അറ്റ് ബോട്ടം. അതിനെ നമ്മൾ F1 എന്ന് കൊടുത്തു. ബോട്ടത്തിലുള്ള ലിക്വിഡ് പ്രഷർ എത്രയാണ്? ബോട്ടത്തിലുള്ള ലിക്വിഡ് പ്രഷർ P1 ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എയും. സോ F1 ഈക്വൽ ടു P1A. ഇതെങ്ങനെയാണ്? ആക്ടിങ് വെർട്ടിക്കലി അപ്വേർഡ്സ്. ഡയറക്ഷൻ നോക്കണം കേട്ടോ. ആക്ടിങ് വെർട്ടിക്കലി അപ്വേർഡ്സ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഫോഴ്സ് ഡ്യൂ ടു ലിക്വിഡ് പ്രഷർ അറ്റ് ബോട്ടം. ബോട്ടത്തിൽ ഇതാ ഈ പോയിന്റിലുള്ള ഫോഴ്സ് ഡ്യൂ ടു ലിക്വിഡ് പ്രഷർ P2. അപ്പോൾ F1 ഈക്വൽ ടു P1A ആണെങ്കിൽ F2 ഈക്വൽ ടു എന്തായിരിക്കും? P2A ആയിരിക്കും. അത് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്.
പിന്നെ അവിടെ ഏത് ഫോഴ്സ് ഉണ്ട്? വെയിറ്റ്. അത് ആക്ടിങ് ഡൗൺവേർഡ്സ് ആണ്. W ഈക്വൽ ടു mg, ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അപ്പോൾ ഈ ലിക്വിഡിൽ ആക്ട് ചെയ്യുന്ന 3 ഫോഴ്സസ് ഏതൊക്കെയാണ്? ഒന്ന് ഫോഴ്സ് ഡ്യൂ ടു ലിക്വിഡ് പ്രഷർ അറ്റ് ബോട്ടം, പിന്നെ ഫോഴ്സ് ഡ്യൂ ടു ലിക്വിഡ് പ്രഷർ അറ്റ് ടോപ്പ്, പിന്നെ വെയിറ്റ് ഈക്വൽ ടു mg. ഇനി നമ്മൾ ഫോഴ്സ് ഇൻ ഇക്വിലിബ്രിയം പഠിച്ചിട്ടുണ്ട്. എന്താ ഫോഴ്സ് ഇൻ ഇക്വിലിബ്രിയം പറയുന്നത്? ഒരു സിസ്റ്റത്തിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആണെങ്കിൽ ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് വരുന്നത് ആരൊക്കെയാണ്? F2ഉം Wയുമാണ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അപ്വേർഡ്സ് വരുന്നത് ആരാണ്? F1. സോ ഇക്വേഷൻ എങ്ങനെ എഴുതാം? F2 പ്ലസ് W ഈക്വൽ ടു F1. ക്ലിയർ അല്ലേ? ഈ F1നെ ഒന്ന് ലെഫ്റ്റിലേക്ക് എടുത്ത് നോക്ക്. എന്ത് വരും? F2 പ്ലസ് W മൈനസ് F1 ഈക്വൽ ടു 0. ടോട്ടൽ ഫോഴ്സ് 0. സോ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് വരുന്ന രണ്ടെണ്ണം F2ഉം Wയും ഈക്വൽ ടു വെർട്ടിക്കലി അപ്വേർഡ്സ് വരുന്നത് F1. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. F2ന് പകരം P2A പ്ലസ് Wന് പകരം mg ഈക്വൽ ടു F1ന് പകരം P1A. ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി സിമിലർ ടേംസ് നമ്മൾ ഒരു സൈഡിലേക്ക് എടുക്കുകയാണ്. സിമിലർ ടേംസിന് ഒരു സൈഡിലേക്ക് എടുത്താൽ എന്ത് വരും? mg അവിടെ വെച്ചു. ഈ P2Aനെ ഇങ്ങോട്ട് എടുത്താലോ? P1A മൈനസ് P2A. ഞാൻ ഇവിടെ എഴുതുകയാണ്. P1A മൈനസ് P2A ഈക്വൽ ടു mg. mg ഇവിടെ ഉണ്ട് കേട്ടോ. mg ഇതാ. P2Aനെ ഇങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ എന്തായി? മൈനസ് ആയി. സോ P1A മൈനസ് P2A ഈക്വൽ ടു mg. എന്ത് കോമൺ എടുക്കാം? എന്താ കോമൺ എടുക്കാൻ പറ്റുക നമുക്ക്? A കോമൺ എടുക്കാം. P1 മൈനസ് P2 ഇൻറ്റു A ഈക്വൽ ടു mg. വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ കൊടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 1. അപ്പൊ എന്തൊക്കെയാ ചെയ്തത് നോക്കിക്കേ. ആദ്യം F1 ഫോഴ്സ് ഡ്യൂ ടു ലിക്വിഡ് പ്രഷർ അറ്റ് പോയിന്റ് 1, അതാണ് P1A. പിന്നെ F2 അത് P2A. ദെൻ വെയിറ്റ് ഈക്വൽ ടു mg. വെർട്ടിക്കലി ഡൗൺവേർഡ്സ് വരുന്നത് F2ഉം W, വെർട്ടിക്കലി അപ്വേർഡ്സ് വരുന്നത് F1. അപ്പൊ നമ്മൾ F2 പ്ലസ് W ഈക്വൽ ടു F1 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിമിലർ ടേംസിനെ ഒരു സൈഡിൽ എഴുതി. ഇനി നമുക്ക് അതിന്റെ മാസ് അറിയില്ല. പകരം നമുക്ക് എന്തൊക്കെ അറിയാം? ഡെൻസിറ്റി അറിയാം, ഹൈറ്റും അറിയാം. അതേ അറിയുള്ളൂ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും അറിയാം. അപ്പൊ ശ്രദ്ധിക്കണേ, ഞാൻ ഇവിടെ എഴുതാൻ പോവാ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലെ? ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണെങ്കിൽ മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഇനി വോളിയം എത്രയാണെന്ന് നിങ്ങൾ പറഞ്ഞേ. ഞാൻ കൺസിഡർ ചെയ്ത സിലിണ്ടറിക്കൽ പോർഷന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും ഹൈറ്റ് h-ഉമാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സിലിണ്ടറിന്റെ ഏരിയ πr²h അല്ലെ? πr² എന്ന് പറയുന്നത് ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ A ആണ്, ഹൈറ്റ് h-ഉം. സോ വോളിയത്തിന് പകരം നമ്മൾ എന്ത് എഴുതും? AH എന്ന് എഴുതും. πr²h പകരം AH എന്ന് എഴുതി. അപ്പൊ ഇക്വേഷൻ എന്തായി മാറി? m ഈക്വൽ ടു വോളിയത്തിന് പകരം AH കൂടെ ആരാ? റോ. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പൊ മാസിന് പകരം AH റോ. നമുക്ക് ഇതെടുത്ത് ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ? ശ്രദ്ധിക്കുക കേട്ടോ. ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P1 മൈനസ് P2 ഇൻറ്റു A ഈക്വൽ ടു എമ്മിന് പകരം എന്ത് കൊടുക്കാം? AH റോ കൂടെ ആരുണ്ട്? G. AH റോ G. എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം നമുക്കിവിടെ? രണ്ട് സൈഡിലും A ക്യാൻസൽ ചെയ്തു. Therefore P1 മൈനസ് P2 ഈക്വൽ ടു H റോ G എന്ന് കിട്ടും. A ക്യാൻസൽ ചെയ്ത് പോയാൽ. ഇനിയോ P1 ഈക്വൽ ടു ഇത് ഇപ്പുറത്തോട്ട് എടുത്തു. മൈനസ് P2 റൈറ്റിലേക്ക് വന്നാൽ P2 പ്ലസ് H റോ G. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. P1 ഈക്വൽ ടു P2 പ്ലസ് H റോ G. കഴിഞ്ഞിട്ടില്ല. ഇനി ഒന്ന് നോക്കിക്കേ, നമ്മളൊരു സ്പെഷ്യൽ കേസ് ചെയ്യാണ്. ഈ സെക്കൻഡ് പോയിന്റിനെ നമ്മൾ
ഈ ഫ്ലൂയിഡിൻ്റെ സർഫേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഇതാ ഈ സെക്കൻഡ് പോയിന്റിനെ നമ്മൾ എടുത്തിട്ട് ഫ്ലൂയിഡിൻ്റെ സർഫേസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സർഫേസിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രഷർ എന്തിനോട് ഈക്വലായി മാറി? അറ്റ്മോസ്ഫറിക് പ്രഷറിനോട് ഈക്വലായി മാറിയല്ലേ? ഇപ്പൊ സർഫേസിലല്ലേ ഉള്ളത്, അപ്പൊ അവിടെയുള്ള പ്രഷർ അറ്റ്മോസ്ഫറിക് പ്രഷറിനോട് ഈക്വൽ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? P1 ഈക്വൽ ടു PA പ്ലസ് H rho G. P1 ഈക്വൽ ടു PA പ്ലസ് H rho G. ഇതിൽ ഞാൻ P1നെ ജസ്റ്റ് P എന്ന് എഴുതി. ഇനി 1, 2 എന്ന് പറഞ്ഞ പോയിന്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് P1നെ ഞാൻ P എന്ന് എഴുതി. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറും പറഞ്ഞേ? P ഈക്വൽ ടു PA പ്ലസ് H rho G. അടുത്ത ഇക്വേഷൻ കിട്ടി. ഇതാണ് കോമൺ ആയിട്ട് വരുന്ന ഇക്വേഷൻ. P ഈക്വൽ ടു PA പ്ലസ് H rho G. ഇതിന് ഓരോന്നിനും ഓരോ പേരുണ്ട്. PA നമുക്കറിയാം അറ്റ്മോസ്ഫറിക് പ്രഷർ, H rho G എന്ന് പറഞ്ഞാൽ ഗേജ് പ്രഷർ, P എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് പ്രഷർ. സോ ആബ്സല്യൂട്ട് പ്രഷർ ഇസ് ഈക്വൽ ടു ദ സം ഓഫ് അറ്റ്മോസ്ഫറിക് പ്രഷർ ആൻഡ് ഗേജ് പ്രഷർ. ഗേജ് പ്രഷർ H rho Gയും അറ്റ്മോസ്ഫറിക് പ്രഷർ PAയും അതിൻ്റെ സമ്മാണ് ആബ്സല്യൂട്ട് പ്രഷർ P. ഈ ഡെറിവേഷൻ പഠിക്കുക. ഇതിനോട് വരുന്ന പ്രോബ്ലംസ്, ഇതിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. പ്രീവിയസിൽ വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തുതരും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഈ ഡെറിവേഷൻസ് പഠിക്കുക, എഴുതി പഠിക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് വിസ്കോസിറ്റി ആണ്. നമുക്കൊക്കെ അറിയാം, കെമിസ്ട്രിയിൽ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് വിസ്കോസിറ്റി എന്താന്ന്. രണ്ട് ഡിഫറെൻറ്റ് ലിക്വിഡ് ലെയേഴ്സിനിടയിൽ അതിൻ്റെ മോഷന് ഒപ്പോസ് ചെയ്യുന്ന ടെൻഡൻസിയാണ് വിസ്കോസിറ്റി. ലിക്വിഡ് ലെയേഴ്സിൻ്റെ മോഷന് ഒപ്പോസ് ചെയ്യുന്ന ടെൻഡൻസിയാണ് വിസ്കോസിറ്റി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഇപ്പോൾ ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചേ. പി ക്യൂ എന്ന് പറയുന്ന രണ്ട് ഡിഫറെൻറ്റ് ലിക്വിഡ് ലെയേഴ്സ് ആണ്. ലിക്വിഡിനെ നമ്മൾ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിനെ നമ്മൾ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. പി ക്യൂ എന്ന് പറഞ്ഞ് രണ്ട് ലെയർ എടുത്തു. ഫസ്റ്റ് ലെയർ ഗ്രൗണ്ടിൽ നിന്ന് എക്സ് ഹൈറ്റിലും രണ്ടാമത്തെ ലെയർ ഗ്രൗണ്ടിൽ നിന്ന് എക്സ് പ്ലസ് ഡി എക്സ് ഹൈറ്റിലുമാണ്. ഇതാണ് ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് എക്സ് ഹൈറ്റിൽ ഫസ്റ്റ് ലെയർ പി, എക്സ് പ്ലസ് ഡി എക്സ് ഹൈറ്റിൽ സെക്കൻഡ് ലെയർ ക്യൂ. രണ്ടിൻ്റെയും ഏരിയ വരുന്നത് എ ആണ്. പിന്നെ ഫസ്റ്റ് ലെയർ മൂവ് ചെയ്യുന്ന വെലോസിറ്റി വി, രണ്ടാമത്തെ ലെയർ മൂവ് ചെയ്യുന്ന വെലോസിറ്റി വി പ്ലസ് ഡി വി. ഫസ്റ്റ് ലെയറിൻ്റെ വെലോസിറ്റി കുറവായിരിക്കും, സെക്കൻഡ് ലെയറിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. സെക്കൻഡ് ലെയർ എന്ത് ചെയ്യും? ഫസ്റ്റ് ലെയറിൻ്റെ വെലോസിറ്റി കൂട്ടാൻ നോക്കും. ഫസ്റ്റ് ലെയർ എന്ത് ചെയ്യും? സെക്കൻഡ് ലെയറിൻ്റെ വെലോസിറ്റി കുറയ്ക്കാൻ നോക്കും. അതായത് ഈ രണ്ട് ലെയേഴ്സിനിടയിൽ വെലോസിറ്റി കൂടാനും കുറയാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ആ ടെൻഡൻസിയാണ് വിസ്കോസിറ്റി, മോഷന് ഒപ്പോസ് ചെയ്യാനുള്ള ടെൻഡൻസി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെയറിൻ്റെ വെലോസിറ്റി കുറവായതുകൊണ്ട് അയാൾ എന്തിനാണ് ശ്രമിക്കുക? മുകളിൽ സ്പീഡിൽ പോകുന്ന ആളെ പിടിച്ച് നിർത്താൻ നോക്കും, അല്ലേ? ഓടിപ്പോകാതെ പിടിച്ച് നിർത്താൻ നോക്കും, അതായത് വെലോസിറ്റി കുറയ്ക്കാൻ നോക്കും. രണ്ടാമത്തെ ലെയറിന് വെലോസിറ്റി കൂടുതലാണ്, ഇയാൾക്ക് വെലോസിറ്റി കുറവായതുകൊണ്ട് പിന്നിലുള്ള ആളെ എന്ത് ചെയ്യും? പിടിച്ച് വലിക്കാൻ നോക്കും, അതായത് അയാളുടെ വെലോസിറ്റി കൂട്ടാൻ നോക്കും. കുറവുള്ള ആൾ ഇയാളുടെ വെലോസിറ്റി കുറയ്ക്കാനും നോക്കും, കൂടുതലുള്ള ആൾ ഇയാളുടെ വെലോസിറ്റി കൂട്ടാനും നോക്കും. ആ വെലോസിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ള ടെൻഡൻസിയാണ് വിസ്കോസിറ്റി. അപ്പോൾ ഈ രണ്ട് ലെയേഴ്സിനിടയിൽ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് ഉണ്ട്, എഫ്. ആ ടാൻജൻഷ്യൽ ഫോഴ്സിനെ കുറിച്ച് ന്യൂട്ടൺ പറഞ്ഞത് ശ്രദ്ധിക്കാം. ദിസ് ടാൻജൻഷ്യൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ലിക്വിഡ് ലെയറിൻ്റെ ഏരിയനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഇതിനിടയിൽ വരുന്ന ടാൻജൻഷ്യൽ ഫോഴ്സ്. അതേപോലെ തന്നെ ദിസ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ഹൈറ്റ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡി വിയും ചേഞ്ച് ഇൻ ഹൈറ്റ് ഡി എക്സുമാണെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി എക്സ്.
So according to Newton's law, the tangential force between different liquid layers is directly proportional to area and velocity gradient. ഇനി നമ്മൾ ഇത് കമ്പൈൻ ചെയ്ത് എഴുതാൻ പോവാ. കമ്പൈൻ ചെയ്ത് എഴുതിയാലോ എഫ് പ്രപ്പോർഷണൽ ടു എ ഡി വി ബൈ ഡി എക്സ്. എഫ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് വേണ്ടേ, പ്രപ്പോർഷണാലിറ്റി മാറി ഈക്വൽ ടു വരികയാണെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഈറ്റ ഇൻറ്റു ബാക്കി എ ഡി വി ബൈ ഡി എക്സ്. ദിസ് കോൺസ്റ്റന്റ് ഈറ്റ ഇസ് നോൺ ആസ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. നമ്മുടെ ടോപ്പിക്കായി കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. Eta F is equal to eta into A dV by dx, where eta is known as coefficient of viscosity. ഈ ഇക്വേഷന് നമുക്ക് ഈറ്റയുടെ യൂണിറ്റും ഡയമെൻഷണൽ ഫോർമുലയും കണ്ടുപിടിക്കുക. എക്സാമിന് ചോദിക്കാറുണ്ട് വിസ്കോസിറ്റിന്റെ യൂണിറ്റും ഡയമെൻഷണൽ ഫോർമുലയും. ശ്രദ്ധിച്ചേ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എഫ് ഇസ് ഈക്വൽ ടു ഈറ്റ എ ഡി വി ബൈ ഡി എക്സ്. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈറ്റൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചാലോ. ഈറ്റ ഈക്വൽ ടു ഇത് മുകളിലോട്ട് പോയി എഫ് ഇൻറ്റു ഡി എക്സ് ബൈ എ ഇൻറ്റു ഡി വി. എഫ് ഡി എക്സ് ബൈ എ ഡി വി. യൂണിറ്റ് പറഞ്ഞ വേഗം. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ, ബൈ ഏരിയൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, വെലോസിറ്റീൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. എന്തൊക്കെ കട്ട് ചെയ്യും? മീറ്റർ കട്ട് ചെയ്തു. സെക്കൻഡ് നേരെ മുകളിലോട്ട് പോയി. അപ്പം എന്താ വരിക? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. എന്താ ഈറ്റയുടെ യൂണിറ്റ്? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇനി ഡയമെൻഷൻ നോക്കാലോ. ന്യൂട്ടൺ ഫോഴ്സിൻ്റെത് ml T⁻², സെക്കൻഡ് T⁻1 ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ, അതായത് എൽ സ്ക്വയർ. സോൾവ് ചെയ്ത് പറ വേഗം. എം എൽ 1 മുകളിലെത്തിയാൽ -2, 1 - 2 -1, ടി -2 + 1 -1. അപ്പോൾ എന്താ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വിസ്കോസിറ്റി? എം എൽ -1 T -1. So what is coefficient of viscosity? According to Newton's law, the tangential force between two different liquid layers is directly proportional to area and velocity gradient. F proportional to A dV by dx. F equal to constant eta A dV by dx, where eta is known as coefficient of viscosity. Coefficient of viscosity in the unit Newton second per meter square. Dimensional formula m l -1 t -1. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? യൂണിറ്റും ഡയമെൻഷണൽ ഫോർമുലയും ചോദിക്കാറുണ്ട്. ഇക്വേഷൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിറ്റും ഡയമെൻഷണൽ ഫോർമുലയും. അടുത്ത നമുക്ക് സ്റ്റോക്സ് ലോ എന്താ നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റോക്സ് ലോ ആൻഡ് ടെർമിനൽ വെലോസിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്റ്റോക്സ് ലോയും രണ്ട് ടോപ്പിക്കാണ്. ടെർമിനൽ വെലോസിറ്റി, സ്റ്റോക്സ് ലോ ആൻഡ് ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ ശ്രദ്ധിക്കാം. നമ്മളൊരു കണ്ടെയ്നറിൽ ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡിലേക്ക് ഒരു സ്ഫെറിക്കൽ ബോഡീനെ ഡോപ്പ് ചെയ്യുക. ഇതാണ് നമ്മുടെ സ്ഫെറിക്കൽ ബോഡി ഓഫ് റേഡിയസ് ആർ റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ഇതിൻ്റെ മുകളിലൊരു ഫോഴ്സ് കൊടുക്കും. ഫ്ലൂയിഡ് സ്ഫെറിക്കൽ ബോളിൻ്റെ മുകളിൽ കൊടുക്കുന്ന ബാക്ക്വേർഡ് ഫോഴ്സ്, ആ ബാക്ക്വേർഡ് ഫോഴ്സിനെ കുറിച്ചാണ് സ്റ്റോക്സ് ലോ പറയുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആർ റേഡിയസ് ഉള്ള ഒരു സ്ഫെറിക്കൽ ബോള് നമ്മളൊരു ഫ്ലൂയിഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? സ്ഫിയറിൻ്റെ മുകളിലൊരു ബാക്ക്വേർഡ് ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സിനെ കുറിച്ചാണ് സ്റ്റോക്സ് ലോ പറയുന്നത്. ഇക്വേഷൻ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സ്റ്റോക്സ് ലോൻ്റെ ഇക്വേഷൻ, ആ ബാക്ക്വേർഡ് ഫോഴ്സ് F ഈക്വൽ ടു 6π eta r
വി. ഇതാണ് സ്റ്റോക്സ് ലോ പറയുന്നത്. എഫ് ഈക്വൽ ടു 6 പൈ ഈറ്റ ആർ വി. ആർ റേഡിയസ് വി, അത് ഫോളോ ചെയ്യുന്ന വെലോസിറ്റി. ഇനി ഈ കോൺസ്റ്റന്റ് വെലോസിറ്റി ഇല്ലേ, സ്ഫിയർ ഫ്ലൂയിഡിലേക്ക് അല്ലെങ്കിൽ ലിക്വിഡിലേക്ക് വീഴുന്ന ആ കോൺസ്റ്റന്റ് വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിയാൽ പിന്നെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവും. ആ കോൺസ്റ്റന്റ് വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. കോൺസ്റ്റന്റ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി, വി ടി. അപ്പോൾ എന്താ ടെർമിനൽ വെലോസിറ്റി? ഒരു സ്ഫിയർ ഒരു ഫ്ലൂയിഡിലേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. അത് വീഴുന്നതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെർമിനൽ വെലോസിറ്റി. ഇനി ശ്രദ്ധിക്കുക, ടെർമിനൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഈ സ്ഫിയർ താഴേക്കല്ലേ വീഴുന്നത്, അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന വെയിറ്റ്, ഇതിൻ്റെ വെയിറ്റ് എപ്പോഴും എവിടേക്കായിരിക്കും? ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഇത് W, വെയിറ്റ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. പിന്നെ ഇതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു അപ്വേർഡ് ത്രസ്റ്റ് ഉണ്ടാവും. ഞാൻ അതിനെ U എന്ന് പറഞ്ഞു. വെയിറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു അപ്വേർഡ് ത്രസ്റ്റ്, അതാണ് U. കഴിഞ്ഞിട്ടില്ല, പിന്നെ എന്തുകൂടെ ഉണ്ട്? സ്റ്റോക്സ് ലോ എന്താ പറയുന്നത്? ആ സ്ഫിയറിന്റെ മുകളിൽ ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ആ അപ്വേർഡ് ഫോഴ്സ് ആണ് F. അപ്പൊ ഇവിടെ ഈ സിസ്റ്റത്തിന്റെ മുകളിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്തു? ഒന്ന് വെയിറ്റ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്, പിന്നെ അപ്വേർഡ് ത്രസ്റ്റ് മുകളിലേക്ക്, പിന്നെ സ്റ്റോക്സ് ലോ പ്രകാരമുള്ള ഫോഴ്സ് മുകളിലേക്ക്. അപ്പം ഇത് മൂന്നൂടെ കണ്ട് നമുക്ക് ടെർമിനൽ വെലോസിറ്റീൻ്റെ ഇക്വേഷൻ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇനി ഇതിനുള്ളിൽ എഴുതാൻ സ്ഥലമില്ല, അതുകൊണ്ട് പുറത്ത് എഴുതുകയാണ്. ഡെൻസിറ്റി ഓഫ് സ്ഫിയർ ഈക്വൽ ടു റോ. സ്ഫിയറിൻ്റെ ഡെൻസിറ്റി ഞാൻ റോ ആയിട്ട് പറഞ്ഞു. സിമ്പിൾ നിങ്ങൾക്ക് മാറി കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഡെൻസിറ്റി ഓഫ് സ്ഫിയർ റോയും ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് സിഗ്മയുമാണ്. അതിൻ്റെ ഉള്ളിൽ കാണിക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് പുറത്ത് എഴുതിയതാണ്. അപ്പോൾ ഒന്നുകൂടെ ഫിഗർ ശ്രദ്ധിക്കുക. ഒരു ബീക്കറിൽ നമ്മൾ ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ് സിഗ്മ. അതിലേക്ക് R റേഡിയസും റോ ഡെൻസിറ്റിയും വരുന്ന ഒരു സ്പെറിക്കൽ ബോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിയാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയി. ആ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. ഇനി ഈ സിസ്റ്റത്തിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന 3 ഫോഴ്സ്, ഒന്ന് വെയിറ്റ് ഡൗൺവേർഡ്സ്, പിന്നെ ഒന്ന് അപ്വേർഡ് ത്രസ്റ്റ്, പിന്നെ ഒന്നുള്ളത് നമ്മുടെ സ്റ്റോക്സ് ലോ പ്രകാരമുള്ള ഫോഴ്സ്. അപ്പൊ ചെയ്യാലോ ഓരോന്നും. ആദ്യം വെയിറ്റ്, അത് ഇത് ഇവിടെ തന്നെ ഉണ്ട്. സ്റ്റോക്സ് ലോ പ്രകാരമുള്ള ഫോഴ്സ് എന്താ? F ഈക്വൽ ടു 6 പൈ ഈറ്റ ആർ വി. കോൺസ്റ്റന്റ് വെലോസിറ്റിക്ക് നമ്മൾ എന്താ സിമ്പിൾ കൊടുത്തത്? VT. അപ്പോൾ ഇതിവിടെ VT എന്ന് കൊടുക്കാം. ഇതാണ് F. F എവിടേക്കാ? ആക്ടിങ് വെർട്ടിക്കലി അപ്വേർഡ്സ്. ഡയറക്ഷൻ കൊടുക്കണം എന്തായാലും. അപ്പോൾ F ഈക്വൽ ടു 6 പൈ ഈറ്റ ആർ VT. കോൺസ്റ്റന്റ് വെലോസിറ്റി ആയതുകൊണ്ട് VT. പിന്നെ വെയിറ്റ് വേണ്ടേ? W ഈക്വൽ ടു mg. മാസ് അറിയില്ല നമുക്ക്, പകരം എന്തറിയാം നമുക്ക്? സ്ഫിയർ ആണ്, വോളിയം അറിയാം, ഡെൻസിറ്റിയും അറിയാം. വീണ്ടും നമ്മൾ ആ ജനറൽ ഇക്വേഷനിലേക്ക് പോയി. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. therefore മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. സ്ഫിയർ അല്ലേ വീഴുന്നത്, സ്ഫിയറിൻ്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു സ്ഫിയറിൻ്റെ ഡെൻസിറ്റി റോ, കൂടാതെ ഗ്രാവിറ്റി G. ഇതെവിടേക്കാ? ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അപ്പോൾ ശ്രദ്ധിക്കണം, മാസിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. സ്ഫിയർ ആയതുകൊണ്ട് 4/3 പൈ ആർ ക്യൂബ്, ഡെൻസിറ്റി ഓഫ് സ്ഫിയർ റോ, ഗ്രാവിറ്റി G. ഇനി അപ്വേർഡ് ത്രസ്റ്റ് ഇല്ലേ മൂന്നാമത്തത്? അപ്വേർഡ് ത്രസ്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഇതിൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ 4/3 പൈ ആർ ക്യൂബ് മാറി. ശ്രദ്ധിക്കണം, ലിക്വിഡ്
സോളിഡിൻ്റെ മുകളിൽ കൊടുക്കുന്നതാണ്. നേരത്തെ സോളിഡ് ലിക്വിഡിൻ്റെ മുകളിലായിരുന്നു വെയിറ്റ്, അതുകൊണ്ട് സോളിഡിൻ്റെ ഡെൻസിറ്റി എടുത്തു. ഇപ്പം ലിക്വിഡ് സോളിഡിൻ്റെ മുകളിൽ അപ്വേർഡ് ത്രസ്റ്റ് ആണ്. അപ്പോൾ ആരുടെ ഡെൻസിറ്റി? സിഗ്മ ബാക്കി ജി. ഇതെവിടേക്കാ? മുകളിലോട്ട്. ഇനി ഇത് ഇക്വിലിബ്രിയം ആവാനുള്ള കണ്ടീഷൻ ഏതൊക്കെയാ? മുകളിലോട്ട് വരുന്നത് എഫും യുവും, താഴേക്ക് വരുന്നത് ഡബ്ല്യു. അപ്പോൾ പറ, എഫ് പ്ലസ് യു ഈക്വൽ ടു ഡബ്ല്യു. വെർട്ടിക്കലി അപ്വേർഡ്സ് പോകുന്നതിൻ്റെ സം ഈക്വൽ ടു വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അങ്ങനെയായാൽ ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. വാല്യൂസ് ഒക്കെ കൊടുക്കാം നമുക്ക്. ഏതൊക്കെയാ? എഫ് 6 പൈ ഈറ്റ ആർ വി ടി ഈക്വൽ ടു, ഇതിനെ ഞാൻ അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. ഡബ്ല്യു ഇവിടെ ഉണ്ട്, ഡബ്ല്യു എന്നല്ലെങ്കിൽ ഒരു സ്റ്റെപ്പായിട്ട് എഴുതാം. പ്ലസ് യുവിന് പകരം 4/3 പൈ ആർ ക്യൂബ് സിഗ്മ ജി ഈക്വൽ ടു ഡബ്ല്യുവിന് പകരം 4/3 പൈ ആർ ക്യൂബ് റോ ജി. ഇനി ഞാൻ സിമിലർ ടേംസ് ഒരു സൈഡിൽ ഇതിനപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോഴോ 6 പൈ ഈറ്റ ആർ വി ടി ഈക്വൽ ടു, ഇത് നേരെ അപ്പുറത്തോട്ട് എടുത്ത് കോമൺ ടേം പുറത്തെടുക്കുക. ഒരു സ്റ്റെപ്പ് ഞാൻ കുറച്ച് എഴുതാം. രണ്ടിലും കോമൺ ആയിട്ട് 4/3 പൈ ആർ ക്യൂബ് ഉണ്ട്, ജി ഉണ്ട്. സോ 4/3 പൈ ആർ ക്യൂബ് ജി ഇൻറ്റു ഇവിടെ ആരാണുള്ളത്? റോ. ഇതിപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് സിഗ്മ. ക്ലിയർ അല്ലേ? 4/3 പൈ ആർ ക്യൂബ് റോ ജി മൈനസ് 4/3 പൈ ആർ ക്യൂബ് സിഗ്മ ജി എന്നാണ്. 4/3 പൈ ആർ ക്യൂബ് ജി കോമൺ എടുത്താൽ ബാക്കി റോ മൈനസ് ജി. സിമിലർ ടേംസ് ഒക്കെ കട്ട് ചെയ്തേ. 6ഉം 4ഉം കട്ട് ചെയ്തു. 3 2 പൈ കട്ട് ചെയ്തു. ആർ ക്യൂബ് കട്ട് ചെയ്തു. ആർ സ്ക്വയർ ആയി മാറി. ഇനി ഒന്നുമില്ല. അപ്പോൾ ടെർമിനൽ വെലോസിറ്റി വി ടി ഈക്വൽ ടു ഇവിടെ 2 ബൈ ഇവിടെ ഒരു 3 ഉണ്ട്, ഈ 3 താഴേക്ക് വരും. 2/9. ഇവിടെ ആരാണുള്ളത്? ആർ സ്ക്വയർ ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ കഴിഞ്ഞിട്ടില്ല. ഡിവൈഡഡ് ബൈ ഇവിടെ ഒരാൾ ബാക്കിയുണ്ടല്ലോ, ഈറ്റ. അപ്പോൾ എന്താ ടെർമിനൽ വെലോസിറ്റീൻ്റെ ഇക്വേഷൻ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ടെർമിനൽ വെലോസിറ്റി. എന്താ ടെർമിനൽ വെലോസിറ്റി? 2/9 ആർ സ്ക്വയർ ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ ബൈ ഈറ്റ. ഇതിൻ്റെ പ്രോബ്ലം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് അടുത്തതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, ടെർമിനൽ വെലോസിറ്റീൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ. അത് ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലൻ്റ് ഫ്ലോ. ഒരു ലിക്വിഡ് ഫ്ലോയിൽ എല്ലാ പാർട്ടിക്കിൾസും ഒരേ ലൈൻ ഓഫ് ആക്ഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയും. ഇനി സിക്സാക് മോഷൻ ആണെങ്കിൽ അതാണ് ടർബുലൻ്റ് ഫ്ലോ. ഈ മോഷൻ സ്ട്രീം ലൈൻ ആണോ അല്ലെങ്കിൽ ടർബുലൻ്റ് ആണോ എന്ന് നോക്കാൻ നമുക്കൊരു മിനിമം വെലോസിറ്റി ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി. ഇതൊക്കെ ഇക്വേഷൻ മാത്രം പഠിക്കാനേ ഉള്ളൂ നിങ്ങൾക്ക്. ക്രിട്ടിക്കൽ വെലോസിറ്റി. ഒരു ഫ്ലൂയിഡിൻ്റെ മോഷൻ സ്ട്രീം ലൈൻ ആവാൻ വേണ്ട മിനിമം വെലോസിറ്റിയാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി. അതിൽ കൂടിക്കഴിഞ്ഞാൽ മോഷൻ ടെർബുലൻ്റ് ആയി. ടെർബുലൻ്റ് എന്ന് പറഞ്ഞാൽ സിക്സാക് ആയി മാറി. ആ ക്രിട്ടിക്കൽ വെലോസിറ്റീനെ നമുക്ക് വി സി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. Critical velocity is represented by Vc, which is directly proportional to coefficient of viscosity and inversely proportional to density of the fluid and diameter of the tube. അപ്പോൾ എന്താ critical velocity എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡിൻ്റെ മോഷൻ സ്ട്രീം ലൈൻ ആവാൻ വേണ്ട മിനിമം വെലോസിറ്റി ആണ് critical velocity, above which the flow will be turbulent. ആ critical velocity directly proportional to coefficient of viscosity, inversely proportional to density and diameter of the tube ആണ്. ഇത് നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് എഴുതിയാലോ? കമ്പൈൻ ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്ത് പറയാം? critical velocity is directly proportional to eta by rho into d. പ്രൊപ്പോർഷണാലിറ്റി മാറി ഈക്വൽ ടു വരികയാണെങ്കിൽ വി സി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് കെ ഈറ്റ ബൈ റോ ഇൻറ്റു ഡി. ഇതാണ് ക്രിട്ടിക്കൽ വെലോസിറ്റീൻ്റെ ഇക്വേഷൻ. നിങ്ങൾ പഠിച്ചിരിക്കണം. വി സി ഈക്വൽ ടു കെ ഈറ്റ ബൈ റോ ഇൻറ്റു ഡി. അപ്പോൾ ഒരു മോഷൻ സ്ട്രീം ലൈൻ ആവാൻ ഏറ്റവും എഫക്റ്റീവ്ലി ഏതായിരിക്കും പോസിബിൾ ആയിട്ടുള്ളത്?
ഹയർ വിസ്കോസിറ്റി ഉള്ള ഒരു ഫ്ലൂയിഡ് അതിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കണം. അതായത് ലോ ഡെൻസിറ്റിയും ഹൈ വിസ്കോസിറ്റിയും ഉള്ള ഒരു ഫ്ലൂയിഡ് ഒരു നാരോ ട്യൂബിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രീം ലൈൻ ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നോക്കിക്കേ, ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡെൻസിറ്റിനോടും ഡയമീറ്ററിനോടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഏതാ ചാൻസ് കൂടുതൽ സ്ട്രീം ലൈൻ ആവാനുള്ള കണ്ടീഷൻ എന്താ? ഒരു ഫ്ലൂയിഡ് സ്ട്രീം ലൈൻ ആവാനുള്ള കണ്ടീഷൻ ലോ ഡെൻസിറ്റിയും ഹൈ വിസ്കോസിറ്റിയും ഉള്ള ഒരു ഫ്ലൂയിഡ് നാരോ ട്യൂബിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിനുള്ള ടെൻഡൻസി കാണിക്കും? സ്ട്രീം ലൈൻ ഫ്ലോ മോഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ഇനി നോക്കിക്കേ, ഹൈ ഡെൻസിറ്റിയും ലോ വിസ്കോസിറ്റി ഉള്ള ഒരു ഫ്ലൂയിഡ്, ശ്രദ്ധിക്കണം, ഹൈ ഡെൻസിറ്റിയും ലോ വിസ്കോസിറ്റിയും ഉള്ള ഒരു ഫ്ലൂയിഡ് ഒരു ബ്രോഡ് ട്യൂബിലൂടെ പോകുന്ന സമയത്ത് ആ മോഷൻ എന്തായിരിക്കും? ടർബുലൻ്റ് ആയിരിക്കും. അപ്പോൾ രണ്ടും പഠിക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ലിക്വിഡ് ഫ്ലോൻ്റെ നേച്ചറിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഡയമെൻഷൻലെസ് പാരാമീറ്റർ ഉണ്ട്. അതായത് ഫ്ലോ സ്ട്രീം ലൈൻ ആണോ ടർബുലൻ്റ് ആണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ, ഒരു വാല്യൂ. അതിനെന്ന് പറയുന്ന പേരാണ് റെയ്നോൾഡ്സ് നമ്പർ. റെയ്നോൾഡ്സ് നമ്പർ. ആ റെയ്നോൾഡ്സ് നമ്പർ ആണ് ഫ്ലൂയിഡിൻ്റെ മോഷൻ സ്ട്രീം ലൈൻ ആണോ ടർബുലൻ്റ് ആണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ആണെങ്കിൽ മോഷൻ സ്ട്രീം ലൈൻ ആയിരിക്കും. എക്സാമിന് ചോദിക്കാറുണ്ട്, റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ആണെങ്കിൽ ഫ്ലോ സ്ട്രീം ലൈൻ ആയിരിക്കും. ഇനി റെയ്നോൾഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 3000 ആണെങ്കിൽ ഇത് ടർബുലൻ്റ് ആയിരിക്കും. മോഷൻ, ഫ്ലൂയിഡിൻ്റെ മോഷൻ ടർബുലൻ്റ് ആയിരിക്കും. ഇനി റെയ്നോൾഡ്സ് നമ്പർ ബിറ്റ്വീൻ 2000 ആൻഡ് 3000 ആണെങ്കിൽ ഇത് അൺസ്റ്റഡി ആയിരിക്കും. അൺസ്റ്റഡി എന്ന് പറഞ്ഞാൽ സ്ട്രീം ലൈനിന്ന് ടർബുലൻ്റ് ആവാം, ടർബുലൻ്റ് നിന്ന് സ്ട്രീം ലൈൻ ആവാം, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് റെയ്നോൾഡ്സ് നമ്പറും അതിൻ്റെ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ആണെങ്കിൽ മോഷൻ സ്ട്രീം ലൈന്, റെയ്നോൾഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 3000 ആണെങ്കിൽ മോഷൻ ടർബുലൻ്റ്, ഇനി ബിറ്റ്വീൻ 2000 ആൻഡ് 3000 ആണെങ്കിൽ അൺസ്റ്റഡി. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക് ഓൾമോസ്റ്റ് ക്ലിയർ ആയി അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ ഫിഗർ ശ്രദ്ധിക്കണം. ഒരു വേരിയിങ് ക്രോസ് സെക്ഷൻ ഉള്ളൊരു ട്യൂബ്, ഈ വേരിയിങ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ട്യൂബിലൂടെ നമ്മുടെ ഫ്ലൂയിഡ് എങ്ങനെ ഫ്ലോ ചെയ്യുകയാണ്, ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ് റോ. നോക്കിക്കേ, ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1, വെലോസിറ്റി V1. അടുത്തൊരു സെക്ഷൻ എടുത്തു, A ഡാഷിൽ എത്തുകയാണെങ്കിൽ അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് V1 ഡെൽറ്റ ടി അല്ലേ? വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. A ഡാഷ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് V1 ഡെൽറ്റ ടി. അതേപോലെ അതാ ഇവിടെ നോക്കിക്കേ, ഇവിടെ B എന്ന് പറഞ്ഞ പോയിന്റിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ആണ്, അവിടെ വെലോസിറ്റി V2, B ഡാഷ് ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ഇട്ടു? V2 ഡെൽറ്റ ടി. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1, വെലോസിറ്റി V1, ഡിസ്പ്ലേസ്മെൻറ്റ് V1 ഡെൽറ്റ ടി. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2, വെലോസിറ്റി V2, ഡിസ്പ്ലേസ്മെൻറ്റ് V2 ഡെൽറ്റ ടി. ഇനി നമ്മൾ നോക്കാൻ പോവുകയാണേ. ഫസ്റ്റ് മാസ് ഈക്വൽ ടു, എന്താ മാസിൻ്റെ ഇക്വേഷൻ? നമ്മൾ പഠിച്ചു ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ മാസ് ഈക്വൽ ടു എന്ത് വരും? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി അല്ലേ? ഇനി വോളിയം നമുക്കറിയില്ല, പകരം നമുക്ക് എന്തറിയാം? ഏരിയയും അറിയാം, ഡിസ്പ്ലേസ്മെൻറ്റും അറിയാം. സോ വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ആണോ? വോളിയം ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഇൻറ്റു ഡെൻസിറ്റി. ഞാനിവിടെ റോ എന്ന് കൊടുത്തു. ഇനി ഫസ്റ്റ് പോയിന്റിലുള്ള മാസ് M1 ഈക്വൽ ടു, ഇതാ ഇവിടെ ഈ ഒരു സെക്ഷനിലുള്ള മാസ് M1 ഈക്വൽ ടു ഏരിയ A1
ഡിസ്പ്ലേസ്മെൻറ്റ് V1 ഡെൽറ്റ ടി ഇൻറ്റു ഡെൻസിറ്റി റോ. ഇനി അപ്പുറത്തെ സെക്ഷനിൽ M2 ഈക്വൽ ടു M2 എന്ത് വരും? A2 V2 ഡെൽറ്റ ടി റോ ബൈ കൺസർവേഷൻ ഓഫ് മാസ്. മാസ് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. കൺസർവേഷൻ ഓഫ് മാസ് M1 ഈക്വൽ ടു M2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? A1 V1 ഡെൽറ്റ ടി റോ ഈക്വൽ ടു A2 V2 ഡെൽറ്റ ടി റോ. എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം നമുക്ക്? ഡെൽറ്റ ടി റോ ക്യാൻസൽ ചെയ്തു. ബാക്കി A1 V1 is equal to A2 V2. ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. A1 V1 ഈക്വൽ ടു A2 V2. ഇത് പഠിക്കുക കേട്ടോ. ഫിഗർ വരച്ച് ഡിറൈവ് ചെയ്ത് പഠിക്കുക. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇത് പഠിച്ചാലേ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഡെറിവേഷൻ. എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ അറിയാം. ബെർണോളിസ് ഇക്വേഷൻ അല്ലേ? ബെർണോളിസ് ഇക്വേഷൻ എല്ലാ എക്സാമിനും മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് വരച്ച ആ ട്യൂബിനെ കുറച്ചൊന്ന് വെർട്ടിക്കലായിട്ട് വരച്ചു. രണ്ട് ഡിഫറെൻറ്റ് ഹൈറ്റിലാക്കി എടുത്തു, H1ഉം H2. അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. നമ്മൾ വർക്കിൻ്റെ ഇക്വേഷൻ എന്താ പഠിച്ചേ? വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്നല്ലേ? ഫോഴ്സ് വീണ്ടും നമ്മൾ പഠിച്ചു. പ്രഷർ കാരണമുള്ള ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയയാണ്. അപ്പോൾ W is equal to W1 കൊടുക്കാം ഞാൻ. W1 ഈക്വൽ ടു ഫോഴ്സിന് പകരം P1 A1. ഇനി ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക്. ഡിസ്പ്ലേസ്മെൻ്റ് എന്താണ്? V1 ഡെൽറ്റ ടി. അപ്പോൾ വർക്കായല്ലോ. ഫസ്റ്റ് പോയിന്റിലുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് P1 A1 V1 ഡെൽറ്റ ടി. ഇനി സിമിലർലി W2 ഈക്വൽ ടു എന്തായിരിക്കും? P2 A2 V2 ഡെൽറ്റ ടി. ഇപ്പം നമ്മൾ W1ഉം W2ഉം കണ്ടു. ഇനി നെറ്റ് വർക്ക് ഡൺ. W is equal to W1 minus W2 ആണ്. P1 A1 V1 ഡെൽറ്റ ടി മൈനസ് P2 A2 V2 ഡെൽറ്റ ടി. ഇത് ഇക്വേഷൻ നമ്പർ 1. ഫസ്റ്റ് പോയിന്റിലുള്ള വർക്കും കണ്ടു, സെക്കൻഡ് പോയിന്റിലുള്ള വർക്കും കണ്ടു, നെറ്റ് വർക്ക് ഡണ്ണും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വെലോസിറ്റി മാറുന്നുണ്ട് അല്ലേ? V1 എന്നുള്ള വെലോസിറ്റി V2 ആയി മാറിയില്ലേ? അപ്പോൾ എന്തുണ്ടാവും? കൈനറ്റിക് എനർജിക്ക് ചേഞ്ച് ഉണ്ടാവും. കൈനറ്റിക് എനർജി ചേഞ്ച് ഡെൽറ്റ കെ ഈക്വൽ ടു ഹാഫ് എം V2 സ്ക്വയർ മൈനസ് ഹാഫ് എം V1 സ്ക്വയർ. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി ഹൈറ്റ് മാറിയില്ലേ? ഇവിടെ ഹൈറ്റ് H1ഉം അവിടെ ഹൈറ്റ് H2 ആണ്. ഹൈറ്റ് മാറിയത് കൊണ്ട് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഡെൽറ്റ പി ഇ ഈക്വൽ ടു mgH2 മൈനസ് mgH1. ഇത് ഇക്വേഷൻ നമ്പർ 3. ഇനി നമ്മൾ കൺസർവേഷനിലേക്ക് പോവാണ്. W is equal to ഡെൽറ്റ കെ ഇ പ്ലസ് ഡെൽറ്റ പി ഇ. കൺസർവേഷൻ ഓഫ് എനർജിയിലേക്ക് പോയി. W is equal to ഡെൽറ്റ കെ ഇ പ്ലസ് ഡെൽറ്റ പി ഇ. ഇനി ഓരോ വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? P1 A1 V1 ഡെൽറ്റ ടി മൈനസ് P2 A2 V2 ഡെൽറ്റ ടി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഹാഫ് എം V2 സ്ക്വയർ മൈനസ് ഹാഫ് എം V1 സ്ക്വയർ. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഞാൻ നേരെ എഴുതുകയാണ്. പ്ലസ് mgH2 മൈനസ് mgH1. ക്ലിയർ അല്ലേ? വർക്കിന് പകരം നമ്മൾ ഇക്വേഷൻ എഴുതി ഡെൽറ്റ കെ ഇ ഇതാ ഡെൽറ്റ പി. ഇനി 1 വരുന്ന ടേം എല്ലാം ഒരു സൈഡിലും 2 വരുന്ന ടേം എല്ലാം ഒരു സൈഡിലും എഴുതി. അപ്പോഴോ P1 A1 V1 ഡെൽറ്റ ടി ഇതാ ഈ മൈനസിനെ ഇങ്ങോട്ട് എടുത്തു പ്ലസ് ഹാഫ് എം V1 സ്ക്വയർ പ്ലസ്
mgh1 ഈക്വൽ ടു ഈ മൈനസ് ടേം റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ P2A2 V2 ഡെൽറ്റ ടി പ്ലസ് ഹാഫ് എം V2 സ്ക്വയർ പ്ലസ് mgh2. 1 വരുന്ന ടേമെല്ലാം ഒരു സൈഡിലും 2 വരുന്ന ടേമെല്ലാം ഒരു സൈഡിലും എഴുതി. ഇനി ഇത് മാറ്റി എഴുതാൻ പോവാ. ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത് ഏരിയ V1 ഡെൽറ്റ ടി ഡിസ്പ്ലേസ്മെൻറ്റ്. ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയമാണ്. വോളിയത്തിന് പകരം ഞാൻ മാസ് ബൈ ഡെൻസിറ്റി എം ബൈ റോ എഴുതി. പ്ലസ് ഈ ടേം അങ്ങനെ തന്നെ പ്ലസ് mgh1 ഈക്വൽ ടു P2 ഇൻറ്റു വീണ്ടും ഇതാ ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ മാസ് ബൈ ഡെൻസിറ്റി പ്ലസ് ആ ടേം അങ്ങനെ തന്നെ ഹാഫ് എം V2 സ്ക്വയർ പ്ലസ് mgh2. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എല്ലാ ടേമിലും എം ഇല്ലേ, എം കട്ട് ചെയ്തു. റോ കൊണ്ട് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈയും ചെയ്തു. എം എല്ലാ ടേമിലും കട്ട് ചെയ്തു. റോ കൊണ്ട് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1 ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ GH2 എന്ന് വരും. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എല്ലാ ടേമിലും എം ഉള്ളത് കൊണ്ട് നമ്മൾ എം ക്യാൻസൽ ചെയ്തു, എം കട്ട് ചെയ്തു. എല്ലാ ടേമിലും റോ കൊണ്ട് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമ്മൾ ഇത് മാറ്റി എഴുതാം ഒന്നുകൂടെ. അപ്പോൾ ഇത് മാറ്റി എഴുതിയാൽ മുകളിലോട്ട് എഴുതാം അല്ലേ. P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ GH ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ. എന്താ ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത്? P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ GH ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. നമ്മൾ ഫിഗർ വരച്ചു. രണ്ട് ഡിഫറെൻറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഇവിടെ A1ഉം ഇവിടെ A2ഉം. ഡിസ്പ്ലേസ്മെൻറ്റ് V1 ഡെൽറ്റ ടി, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് V2 ഡെൽറ്റ ടി. ഫസ്റ്റ് വർക്ക് കണ്ടുപിടിച്ചു, നെറ്റ് വർക്ക് ഡൺ. ദെൻ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ബൈ കൺസർവേഷൻ ഓഫ് എനർജി ചെയ്തു. സിമിലർ ടേംസ് കട്ട് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ ഇക്വേഷൻ വരുന്നത് P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ GH ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് ബെർണോളിസ് ഇക്വേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഡിറൈവ് ചെയ്ത് പഠിക്കാം. ഓക്കെ.